വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചക്കക്കൂഞ്ഞി മസാലക്കറി വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കൂഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചക്കക്കൂഞ്ഞിയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 സബോളയും 2 പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി വാളംപുളിയും കൂടെ ഒന്ന് വെള്ളത്തിലിടണം. വാളംപുളി വെള്ളത്തിലിട്ടു. തേങ്ങ വറുത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകവും തേങ്ങയും കൂടെ വറുത്തതാണ്. വറുത്ത് നല്ലതായിട്ട് മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. പൊളിച്ച് പച്ചമുളകും കൂടെ ഇട്ടു. അതിന് ശേഷം നമുക്കിനി ഈ ചക്കക്കൂഞ്ഞി ഒന്ന് അതിൻ്റെ ഇത്തിരി കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം ഞാൻ കഴുകി കൊണ്ടുവച്ചു. കഴുകിയതിന് ശേഷം നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ 2 സബോളയിൽ നിന്ന് ഒരെണ്ണേ എടുത്തോളൂ. അരിഞ്ഞ് കഴിയുമ്പം ഒരുപാടായി പോകും, അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തോളേ. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് ആ ചക്കക്കുഞ്ഞി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഒന്ന് കീറിയിട്ട് നമ്മൾ തീയലിനൊക്കെ അരിയത്തില്ലേ, ആ പരുവത്തിനൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം. ഞാൻ ചക്കക്കുഞ്ഞിയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് അരച്ച് കൊണ്ടുവരണം. നമ്മൾ വറുത്ത് വെച്ച് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിയപ്പോഴത്തേനും വറ്റൽമുളക് ഇട്ടു, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുഞ്ഞി സബോളയും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. എന്നിട്ട് ആവശ്യത്തിനൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ചൊന്ന് അടച്ചിട്ടുണ്ട്. ഒന്ന് തിള വന്നപ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് നമുക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. വേകട്ടെ. നമുക്കൊരു 10 മിനിറ്റ് ശേഷം മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കി നല്ലതുപോലെ അതൊന്ന് ഞാനൊന്ന് ഞെക്കി നോക്കിയപ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ പരുവത്തിനായിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി ആ വാളംപുളിയില്ലേ, ആ വാളംപുളി കൂടി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു ടേസ്റ്റാണ്. ഒരു മസാലയുടെ പെരിഞ്ചീരകമില്ലേ, അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ ഉള്ള ഒരു കറിയാണ്. ഞാൻ അതിൽ ഉപ്പ് കുറവുണ്ടായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിലൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് എന്നിട്ട് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചക്കക്കുഞ്ഞി മസാലക്കറി നല്ല പരുവത്തിനായിരിപ്പുണ്ട്. ഇത് കണ്ടോ? ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു ബൗളിനകത്തേക്ക് കറിയൊന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുഞ്ഞി മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ടും നിങ്ങൾക്ക് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്താൽ അത് ചാറായിട്ടൊരു ഒഴിച്ചുകറി പോലെ തീയൽ പോലെയൊക്കെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ കിട്ടുമ്പോൾ ചക്കക്കുഞ്ഞിയൊക്കെ എടുത്തിട്ട് ഇതുപോലൊന്ന് കറി വെച്ച് നോക്കണം. ഇതിൻ്റെ കൂടെ 2-3 ചക്കക്കുരുവും കൂടി ഇട്ടാലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.